ഈ ഗെയിമില് മറ്റേ പിള്ളേരൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അതാണ് ഒരു ഹൈലൈറ്റ് ഗെയിം. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ ഹലോ, എന്താണ് ഡിപ്രഷനാ? ഇതെന്തായാലും ഇങ്ങനെ കയറിയിട്ട് മണ്ടേരി. ഈ വീടാണെങ്കിൽ ലോക്ക് ചെയ്തിട്ടേക്കണായിരുന്നു. നമുക്ക് കയറാനും പറ്റത്തില്ലല്ലോ. എന്താണ് പ്രശ്നം എന്ന് പറയാവോ? എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് സെറ്റാക്കാം. ഇപ്പൊ ബോയ് ഫ്രണ്ട് ഇട്ടിട്ട് പോയോ? റിവെഞ്ച് എടുക്കണോ? എന്നെ സെറ്റാക്ക്. ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ ചാവാൻ പോകും. നോട്ട് ഗോയിങ് ടു സൂസൈഡ്. ഓക്കെ, സൂസൈഡ് ഒരു പരിഹാരമല്ല, അറിയാലോ. എന്താണ് ചേച്ചി പ്രശ്നം? അവിടെ എന്താണ് കുടുംബവഴക്കാണ്? അപ്പുറത്ത് കുടുംബവഴക്ക്. അതിൻ്റെ അകത്ത് ഇടപെടണ്ട. ഇനി അമ്മാരടിയും കൂടെ മേടിച്ചു കൂട്ടാത്തൊരു കുറവും കൂടെ. എന്താണ് പ്രശ്നം പറ, നമുക്ക് കാര്യം പറഞ്ഞു തീർക്കാം. ഞാനേ വഴി ഇതിൽ കൂടെ പോണേരോ ചേച്ചപ്പോൾ ഞാൻ കണ്ടതാ. എനിക്കങ്ങ് കൃഷി അടിച്ചു. അപ്പോൾ ഒരു ഹായ് അയച്ച്, പിന്നെ ഒരു ഡോട്ട് അയച്ച്, പിന്നെ നോന്ന് അയച്ച്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ അയക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതെവിടെയാണ് കയറി? ഇത് റിയൽ ആൾക്കാർ തന്നെ കേട്ടോ. അതായത് ഓൺലൈൻ ഗെയിമാ. എല്ലാവരും ഉണ്ട്. ഇതൊരു GTA 5 പോലത്തെ ഒരു ഗെയിമാണ്. ഗെയിമിൻ്റെ ലിങ്ക് ഞാൻ അടിയിലിട്ടേക്കാം, വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. എന്നാലും എന്തായിരിക്കും കാര്യം? എന്താണ് പ്രശ്നം പറയും? ഞാൻ ചോദിച്ചാൽ യു ഗോ ടു സൂസൈഡ് എന്ന് ചോദിച്ചു. എന്താ ഇത് പറയുന്നത്? യു ഗോ ടു സൂസൈഡ് എന്നാലും എന്തായിരിക്കും? ഈ ബോയ് ഫ്രണ്ടൊക്കെ ഇട്ടിട്ട് വന്നിട്ട് ഇങ്ങനെ ചാവാൻ വേണ്ടി. അപ്പം ഞാൻ എന്തോരം വട്ടം ചാവണം? എന്നെ എന്തോരം പെമ്പിള്ളേർ ഇട്ടിട്ട് പോയി. ഇതൊക്കെ ചാവാൻ വേണ്ടി കിടക്കുന്ന കാര്യമാണ്. ചേച്ചി ഹലോ, ചേച്ചി കൊടുക്കണ്ട. എന്താണ് പ്രശ്നം? ഇത് കുഞ്ഞമ്മയുടെ എന്താണ്? അത് ഹിന്ദി. അത് ഞാൻ ടെക്സ്റ്റ് തന്നെ വായിച്ചാൽ. സോറി ബൈ മിസ്റ്റേക്ക്. വേറെ കൂടെ താഴത്തോട്ട് വാട്ടോ എനിക്ക് പെട്ടെന്ന് എനിക്കതെടുത്ത് സാധനമില്ല. വേറെ അറിയും ഫ്രം കേരള ഏതെങ്കിലും പറഞ്ഞു. ഞാൻ ഇപ്പം തെറ്റായിരുന്നു. വളരെ ഞാൻ പറയാം. കേരളയാണോ? കേരളയാണെങ്കിൽ ഇത് പറയണേ. വണ്ടി ഇവിടെ മാറ്റിയിടാം. വണ്ടി ഇവർ അലമ്പ്. ഇപ്പോൾ പാർക്ക് ചെയ്തിടാം. ഇനി കുറച്ച് പേർക്ക് ബുദ്ധിമുട്ടായാലോ. ഓക്കെ, വണ്ടി പാർക്ക് ചെയ്ത്. നീ സ്വന്തമായിട്ട് വണ്ടി മേടിക്കണം. അന്നേരം എൻ്റെ വണ്ടി കയറിയവൻ എൻ്റെ സ്വന്തം വണ്ടിയിൽ നിന്ന് എന്നെ പുറത്താക്കിയവൻ പോയി പൈസ വണ്ടി മേടിക്കടാ. പണിയെടുത്ത് വണ്ടി മേടിക്കടാ. ഓക്കെ നൈസ്. ഇന്തോനേഷ്യയാണ് പെട്ട്. ഇവരെൻ്റെ വണ്ടി ഞാൻ പരാതി കൊടുക്കും കേട്ടോ നിന്റെ പേരിൽ. എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ട് അവിടെ ഇരുന്ന വീടിലൊക്കെയാണ്. അല്ലെങ്കിൽ എനിക്ക് പൊക്കത്തോട്ട് പോയിരുന്നു. അതെ, ഇപ്പനും കയറാം. വേസ്റ്റ് 10,000 രൂപ കൊടുക്കണം ഈ വീടിലൊക്കെ. ഇതൊക്കെ ഓൾറെഡി ആൾക്കാർ മേടിച്ചിട്ടേന്ന് വീടാ കേട്ടോ. ഇങ്ങനെ ചാടാൻ പറ്റുമായിരുന്നു. ഈ മണ്ടനാണെങ്കിൽ തവളവാദം പിടിച്ച പോലെ ചാടുന്നത്. ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? ഹലോ, ഒരു ബോയ് ഫ്രണ്ട് വേണമെന്നല്ലേ പറയണത്? എന്നെ എടുത്തോ? മൈക്കൊക്കെ കണക്കിട്ട് പറയുന്നുണ്ട്. കൊള്ളാം. എന്തായാലും ചോദിച്ചേക്കാം. ദിസ് ഈസ് യുവർ ഹൗസ് എന്ന് വെച്ചേക്കാം. എന്നാൽ പിന്നെ ഇടക്കിടക്ക് വന്ന് പയ്യൊക്കെ സെറ്റാക്കിയാൽ പോരെ. ഇന്തോനേഷ്യ ഏതായാലും ജസ്റ്റ് ഫോർ നോക്കാം അല്ലേ? ദിസ് ഈസ് യുവർ ഹൗസ് എന്ന് വെച്ചിട്ടുണ്ട്. ഇതേ ആ കൊച്ചിൻ്റെ വീടാണെങ്കിലും ഇടക്കിടക്ക് വന്ന് പിന്നെ പയ്യെ സെറ്റാക്കിയാൽ പോരെ. നമ്മൾ ഇത്ര കില്ലാരിയടാ. നമ്മുടെ ഇതൊക്കെ ഇത്ര കണ്ടതാ. കണ്ടവൻ്റെ വണ്ടി കയറി പിടിക്കണം. സ്റ്റേഷൻ കയറ്റി അടക്കോളൂ. ഇതിങ്ങനെ റിപ്ലൈ തന്നെ ശരിയൊന്നുമില്ല. നമുക്ക് പോവാം. എൻ്റെ വീഡിയോയിൽ ലിങ്ക് കൊടുക്കും. ബൈ.